എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വഴുതനങ്ങ പൊതുവെ പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അതായത് കറിയായിട്ടും ഫ്രൈ ആയിട്ടും തീയലായിട്ടും ഒക്കെ ഉണ്ടാക്കാം. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ഫ്രൈ ആണിത്. അപ്പോൾ ഇതിനെ എന്താണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്? വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. പക്ഷെ ഇതൊന്ന് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് ഒന്ന് പുരട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വരും. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വഴുതനങ്ങ തന്നെയാണ്. ഇത് കട്ട് ചെയ്തെടുത്തു. 2 എണ്ണം ഉണ്ടായിരുന്നു ഞാൻ, പക്ഷേ ഇതിലെ വലുത് മാത്രമേ ഇപ്പോൾ തൽക്കാലം എടുത്തുള്ളൂ. ആദ്യം തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കനമുള്ള കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, റൗണ്ട് ഷേപ്പിൽ. എന്നിട്ട് ഇതിനൊരു കറയുണ്ട്. അപ്പോൾ അത് പോകാനായിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെച്ചേക്കണം. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി വെക്കണം. ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇപ്പോൾ ചേർക്കുന്നത് കോൺഫ്ലോർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കടലമാവ് അതും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അല്പം ചെറുനാരങ്ങ നീര് കൂടി ഒരു ചെറിയ പുളിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഞാൻ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതാണ് നമ്മൾ ഈ വഴുതനങ്ങയിലേക്ക് പുരട്ടി കൊടുക്കുന്നത്. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ 2 വശവും പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് അവിടെ വച്ചേക്കണം. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ മതി. എണ്ണ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഏതാണെങ്കിലും, ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തു, വേണമെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താലും മതി. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. നമുക്ക് മാക്സിമം എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 വശവും നല്ലതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചുവിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതേപോലെ തന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ലതാണ്. നല്ല പോലെ കുറച്ച് ക്രിസ്പി ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ കുറച്ചൊന്നൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ ഫുൾ ക്വാണ്ടിറ്റി നമുക്ക് 2 ബാച്ചായിട്ട് ഞാൻ എടുത്ത് ഫ്രൈ ചെയ്തെടുത്തു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
എൻ്റെ വഴുതനങ്ങ ഫ്രൈ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ? അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉണ്ടാക്കാത്തവർ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. താങ്ക് യു.